ഹലോ അസ്സാം വലൈക്കും. നമ്മളിന്ന് പോകുന്നത് കോട്ടയത്ത് പുതുതായി തുടങ്ങിയ മാളിലേക്കാണ്, ഡ്രീംസ് മാൾ. ഇന്നായിരുന്നു അവിടുത്തെ ലുലുവിൻ്റെ ഇനാഗുറേഷൻ. നമ്മൾ യൂസഫലി സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയിരുന്നു ഇനാഗുറേഷൻ. ഞങ്ങൾ നൈറ്റ് ഒരു 9 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നമ്മൾ തിരക്ക് കാണില്ലെന്ന് പറഞ്ഞാണ് ആ സമയം പോയത്. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പിന്നെ ക്രിസ്മസ് പ്രമാണിച്ച് നല്ല അടിപൊളി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് ഫസ്റ്റ് ഫ്ലോറിലെ ഔട്ട്ലെറ്റ് എന്ന് വെച്ചാൽ KFCയുടെ ഒരു ഔട്ട്ലെറ്റും പിന്നീട് HP വേൾഡിൻ്റെ ഒരു ഔട്ട്ലെറ്റുമാണ് അവിടെ ഉള്ളത്. ഈ KFCയുടെ ഔട്ട്ലെറ്റ് ഡ്രീം മാൾ ഓപ്പൺ ആയ സമയത്ത് ഫസ്റ്റ് വന്ന ഔട്ട്ലെറ്റാണ് ഈ KFCയുടേത്. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ലുലു ഡെയിലിയിലോട്ടാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളും ഓഫറും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രം ലുലു പോലെ അതുപോലെയൊക്കെ സെറ്റിങ്സൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നീട് ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് അത്യാവശ്യം നല്ല കളക്ഷൻസും ഓഫറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വൈൻസിൻ്റെയും പ്ലം കേക്ക്സിൻ്റെയും നല്ല അടിപൊളി കളക്ഷൻസാണ് അവിടെ ഉള്ളത്. നമുക്ക് കൂടുതൽ നേരമൊന്നും അവിടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം കിച്ചൺ ഏരിയസൊന്നും നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. കാരണം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ലുലുവിൻ്റെ ഇനാഗുറേഷനും പിന്നെ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെയും ഒക്കെ ആയിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബിൽ സെക്ഷനിലൊക്കെ നല്ല ക്യൂ ഒക്കെ ആയിരുന്നു. പിന്നീട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകുന്ന വഴിക്കാണ് യൂട്യൂബേഴ്സിനെയൊക്കെ കണ്ടു. അവരുമായിട്ട് സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിൽ വലിയ തിരക്കൊന്നുമില്ല. അവിടെ ഡ്രിങ്ക് സെക്ഷൻ, ചോക്ലേറ്റ്, പഴയ ക്യാൻഡീസും ഒക്കെ ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ലുലു കണക്റ്റിലോട്ടാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് മാത്രമല്ല ഓഫറും ഉണ്ടായിരുന്നു. ലാപ്ടോപ്പിനും ഫോണിന്, ഹോം തിയേറ്റർ, ഹെഡ്സെറ്റ് എല്ലാത്തിനും നല്ല കളക്ഷൻസും ഓഫറും ഉണ്ടായിരുന്നു. പിന്നീട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസിനും ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കിഡ്സ് സെക്ഷനിലോട്ടാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു, അതുപോലെ ഓഫറും ഉണ്ടായിരുന്നു. ഈ ടോയ്സിനൊക്കെ 50% ഓഫറാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസും അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസും അവിടെ 50% ഓഫറിലാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക. നല്ല കളക്ഷൻസും ക്വാളിറ്റിയിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ട്രിവാൻഡ്രം ലുലുവിലും കൊച്ചി ലുലുവിലും ഒക്കെ അതുപോലെ തന്നെയാണ് ഇവിടെയും സെറ്റിങ്സ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് 3rd ഫ്ലോറിലോട്ടാണ്. അവിടെയാണ് അഷ്ടമുടിയുടെ ഒരു സലൂണും പിന്നെ ആര്യാസ് വെജ് കഫേയും ഉണ്ട്. പിന്നീട് തന്നെ അങ്കിൾ കഫേ, ഡൊമിനോസ്, ചിക്കിങ്സ്, വൗ മൊമോസ്, മൗസി എന്നീ ഔട്ട്ലെറ്റുകളാണ് അവിടെ ഇപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇനിയും ഉണ്ട് ഓപ്പൺ ആവാൻ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ മൗസി ചെന്നപ്പോഴാണ് അവിടെ ഒരു ഓഫറിനെ പറ്റി അറിഞ്ഞത്. അതായത് ബർത്ത്ഡേക്ക് പോയാൽ ബർത്ത്ഡേയുടെ ആൾക്ക് ഫ്രീയും ആളുടെ കൂടെ വരുന്നവർക്ക് ആളുടെ ഏജ് എത്രയാണോ, അതായത് ബർത്ത്ഡേയിലുള്ള ആളുടെ ഏജ് എത്രയാണോ അത്രയും ഡിസ്കൗണ്ടുമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ആശീർവാദ് സിനിപ്ലെക്സിലോട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നു.